ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് നമ്മുടെ തൂക്കുചട്ടികളിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഇലകളുമുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഫ്ലെയിം വയലറ്റ് എന്നാണ്, അല്ലെങ്കിൽ എപ്പിസിയ എന്ന് പറയും. ഇപ്പോൾ ഇലകളുടെ ആ ഒരു ഷെയ്ഡ്സും കൂടെ നല്ല ബ്രൈറ്റ് കളറിലുള്ള ആ ഒരു പൂക്കളും കൂടി വരുമ്പോഴാണ് ഈ ചെടിയുടെ ഭംഗി പൂർണ്ണമാവുന്നതെന്ന് പറയാം. ഇപ്പോൾ ഫ്ലെയിം വയലറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആഫ്രിക്കൻ വയലറ്റിനെ ഓർമ്മ വരാം. രണ്ടും ഒരേ ഫാമിലിയിൽ നിന്നുള്ള ചെടികളാണ്. ആഫ്രിക്കൻ വയലറ്റിനെ കുറിച്ച് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളർത്താം. നമ്മൾ ഒന്നും കെയർ ചെയ്തില്ലെങ്കിലും ഈ ചെടി വളർന്ന് പൂവിടും. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഇലകളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ഇലകളാണ്, ഇതിൽ വേറൊരു ടൈപ്പ് ഇലകളാണിതിൽ. അപ്പോൾ എൻ്റെ ഈ ചെടി ഇത്തിരി ഡള്ളായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി നല്ല വെയിലുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകളൊന്നും വലുപ്പം വയ്ക്കാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പൂക്കളൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചെടിയെ വളർത്തേണ്ടത്. അങ്ങനെ കഠിനമായൊരു വെയിലത്ത് നമ്മൾ ഈ ചെടിയെ വെക്കരുത്. ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ വെച്ചാലാണ് ഇതിൻ്റെ ഇലകളിൽ ആ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അതുപോലെ പൂക്കളും ഉണ്ടാവുള്ളൂ. നമ്മൾ ഷെയ്ഡിലാണ് ഈ ചെടിയെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇലകളിലുള്ള ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, പൂക്കളും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രൈറ്റ് ലൈറ്റ്, നല്ലൊരു പ്രകാശം ഉള്ളൊരു സ്ഥലത്ത് വേണം നമ്മുടെ ചെടിയെ വെക്കാനായിട്ട്. നമ്മുടെ വരാന്തകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണിത്. നമുക്ക് തൂക്കിയിടുകയാണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്തൊരു സ്ഥലത്ത് നമുക്ക് തൂക്കിയിടുന്നതാണ് നല്ലത്. പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളുടെ ഈ ഒരുപാട് വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു വെറൈറ്റി കൂടി ഉണ്ടായിരുന്നു. ഒരു മെറൂണും സിൽവറും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഇലയുള്ളൊരു ചെടി കൂടി ഉണ്ടായിരുന്നു. അത് ഫ്ലഡിൻ്റെ സമയത്ത് 5 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 5ഉം നശിച്ചു പോയി. പക്ഷേ ഫ്ലഡിന് ശേഷം ഞാൻ നഴ്സറികളിലൊക്കെ തപ്പിയിട്ട് എനിക്ക് 4 വെറൈറ്റിയാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് ഈ ചെടിക്ക് അങ്ങനെ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുന്ന രീതിയിൽ മണ്ണിൽ വരാൻ പാടില്ല, ചീഞ്ഞു പോവും. അപ്പം നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് നമ്മൾ ഈ ചെടിയെ വളർത്തേണ്ടത്. പിന്നെ ഇതിന് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനെ റണ്ണേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇതിലിങ്ങനെ ചെറിയ ചെടികൾ ഉണ്ടായി വരും. അതിൽ ഈ ഒരു ഭാഗത്തുനിന്ന് വേരുകൾ താഴേക്ക് വരും. അപ്പം അങ്ങനെ വേരുകൾ വന്ന ചെടികൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മണ്ണിൽ വെച്ച് വളർത്താൻ പറ്റും. ഇനി വേര് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കിങ്ങനെ ചെറിയ തൈകൾ പോലെ വന്നു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെച്ച് വളർത്താൻ പറ്റും. അങ്ങനെ വളർത്തിയൊരു ചെടിയാണിത്. അപ്പം ഇതിലിങ്ങനെ വേരുകൾ വരാതെ അത് മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് ആ റണ്ണേഴ്സ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വേര് പിടിച്ച് ആ ചട്ടിയിൽ തന്നെ നിറഞ്ഞ് വരും. അപ്പം അങ്ങനെ ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത്, ഇതിലെ മണ്ണെന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. പക്ഷേ അതിൽ കുറച്ചൊരു നനവ് നിൽക്കുന്ന രീതിയിൽ മണ്ണാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അങ്ങനത്തെ മണ്ണിൽ ഈ ചെടിയെ നട്ടാലും ഈ ചെടി നന്നായിട്ട് വരും. പക്ഷെ നമുക്ക് കമ്പോസ്റ്റും അതുപോലെ കൊക്കോപീറ്റും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് കൊക്കോപീറ്റും കമ്പോസ്റ്റും ഒക്കെ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പൊയ്ക്കോളും. അതുകൊണ്ട് അങ്ങനെ മണ്ണിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ണിൽ നമുക്ക് കമ്പോസ്റ്റും ചാണകപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചാണകപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ മണ്ണിൽ. അപ്പോൾ അതിങ്ങനെ നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇപ്പം മഴയത്താണെന്നുണ്ടെങ്കിൽ മഴയത്തൊക്കെ ഈ ചെടി വെക്കാം. നമ്മൾ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ മഴ കൊള്ളുന്നതുകൊണ്ടൊന്നും ഈ ചെടിക്ക് പ്രശ്നമൊന്നും വരില്ല. നമുക്ക് ആ സമയത്ത് മഴയുടെ സീസണിൽ നമുക്ക് ഈ ചെടിയിൽ ഇതിൻ്റെ ചട്ടിയിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് ഇത് നന്നായിട്ട് വളരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് വളർന്ന് അപ്പോഴും പൂവിടും. മിക്കവാറും സമയങ്ങളിലൊക്കെ പൂവുണ്ടാവും ഈ ചെടിയിൽ. പിന്നെ നമുക്കിതിൽ ആ ഒരു സമയത്ത് മഴയുടെ സമയത്ത് നമ്മളിതിന്
ചാണകപ്പൊടിയൊക്കെ നമ്മുടെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു വരും. വേനൽക്കാലത്ത് നമുക്കിതിന് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം. നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വേനൽക്കാലം കടുത്ത് വരുന്നൊരു സമയത്താണ് ഈ ചെടി ഡള്ളായിട്ട് വളർച്ച മുരടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെയിലത്തു നിന്നൊക്കെ, നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ ചെടി എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ആ സമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് 2 ദിവസം വെച്ച് ആ വെള്ളം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ അത് ഓർക്കുക. അപ്പോൾ അത് ആ സമയത്ത് കൊടുക്കുക. നമ്മൾ രാസവളങ്ങളൊന്നും ഈ ചെടിക്ക് അങ്ങനെ ആവശ്യമില്ല. കാരണം ഓർഗാനിക് രീതിയിൽ തന്നെ നന്നായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണിത്. പിന്നെ ഒരു കീടശല്യം കാണാൻ സാധ്യത മീലി ബഗ്സ് ആണ്. അപ്പോൾ മീലി ബഗ്സിന് സോപ്പ് വാട്ടറിൻ്റെ സ്പ്രേ കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഒരു 5 ml ലയിപ്പിച്ച് സ്പ്രേ കൊടുത്താൽ തന്നെ നമ്മുടെ മീലി ബഗ്സിനെ മാറ്റാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഫ്ലെയിം വയലറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.